പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ച് മാസം 24 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സ്വപ്ന തുല്യമായി വഴി നടത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, സങ്കീർത്തനം 126 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. 2-ാമത്തെ വാക്യം, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്, നമ്മുടെ മേലിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കുമ്പോൾ നാം സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. അതാ ഇസ്രായേൽ മക്കൾ, അവർ പറയുന്നു, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഞങ്ങളുടെ മേളിൽ വെളിപ്പെട്ട ദൈവപ്രവർത്തികളെ കണ്ടിട്ട് ജാതികൾ വിളിച്ചു പറയുന്നു, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയാണ്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടിയാൽ അത് സ്വപ്നം കാണുന്നത് പോലെ ആയിരിക്കും. കാരണം പത്രോസ് അപ്പോസ്തലനെ ഹെരോദാവ് പ്ലാൻ ചെയ്തത് ആ കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ രാത്രിയിൽ കാരാഗ്രഹ ദൂതൻ ഇറങ്ങി പത്രോസിനെ ഇതാ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. 10-ാമത്തെ വാക്യം, അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെന്ന് ഇരുമ്പ് വാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതമേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. ആ രാത്രിയിൽ പത്രോസ് ഹെരോദാവിന്റെ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. എന്നാൽ ദൂതൻ ആ രാത്രിയിൽ ഇറങ്ങി പത്രോസിനെ തട്ടി വിളിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് 1-ാം കാവലും 2-ാം കാവലും ഇതാ പട്ടണത്തിൻ്റെ വാതിലും അവരെ മുമ്പിൽ സ്വതമേ തുറക്കുന്നു. ഇതാ ദർശനം കാണുന്നത് പോലെ ആ പത്രോസ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചാൽ, ദൈവം വഴി തുറന്നാൽ, ഞാനും നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ആയിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാ വെളിപ്പെടുന്നു എന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കണം. ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ ഇതാ ദൈവദൂതന്മാരാൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ ചിന്തയ്ക്ക്, നിന്റെ ബുദ്ധിക്ക് അതീതമായി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ മുതൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ ദൈവം നിന്നെ സ്വപ്ന തുല്യമായി വഴി നടത്തുന്നു. നിന്റെ ആ കെട്ടപ്പെട്ട അനുഭവത്തിൽ, നിന്റെ അടിമത്വത്തിൻ്റെ അനുഭവത്തിൽ ഇതാ ദൈവം നിന്നെ മടക്കി വരുത്തുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്തൊരു സന്തോഷം വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേ നിലയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, നീണ്ട നാളുകളിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പഴയ നിയമത്തിലെ യോസഫിനെ
ശ്രദ്ധിച്ചാൽ ലോകം അവനെ നോക്കി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം, ഇനിയൊരു വഴിയില്ല, ഇനിയൊന്നും നടക്കത്തില്ലെന്ന്. പക്ഷേ സ്വപ്ന തുല്യമായി ഇതാ ഫറവോൻ ആളയച്ച് അവനെ കാരാഗ്രഹത്തിൽ നിറയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ചു യോസഫിനെ വിളിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടറിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടറിൽ നിറക്കി, ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നു. നിങ്ങൾ നോക്കേ, ഇതാ ഫറവോൻ ആളയക്കുകയാണ്. അതിനകത്ത് സംഭവിക്കുന്നത് വേഗത്തിലാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വേഗത്തിൽ നിനക്ക് വേണ്ടി ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ഇനി പ്രതീക്ഷയില്ലെന്ന് പറയുന്ന അനുഭവത്തിൽ ആളയച്ച് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. പുറത്തു കൊണ്ടുവന്നിട്ട് നിന്നെ പുത്തൻ വസ്ത്രം ഇടിപ്പിച്ച് അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നടത്താൻ പോകുന്നു. നീ ഒന്ന് സ്വപ്നം കാണുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ സ്വപ്ന തുല്യമായി ദൈവം നിങ്ങളെ വഴി നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഫറവോൻ ആളയച്ച് വസ്ത്രം മാറി യോസഫിനെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ട് ചെല്ലുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ഒരു ശുപാർശയില്ലാതെ, ഒരു സഹായമില്ലാതെ നീ എത്തേണ്ടടുത്ത് ദൈവത്താൽ എത്താൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് മാറ്റി വെച്ചിരിക്കുന്ന പേപ്പർ, നിന്റെ ജീവിതത്തിനകത്ത് സാധ്യതയില്ലാത്ത ജോലിയിലേക്ക്, നിന്റെ ജീവിതത്തിനകത്ത് സാധ്യതയില്ലാത്ത വഴി തുറന്ന ആ രാജ്യത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോകുന്നു. സ്വപ്ന തുല്യമായി ദൈവം നിന്നെ നടത്തുവാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ദർശനത്തിൽ ചിലവരോട് സംസാരിക്കാൻ പോവുകയാണ്. ഇതാ അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങളിലേക്ക്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. 11 വാക്യം. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർത്തോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. 12 വാക്യം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത് ശൗലായ പൗലോസിന് വേണ്ടിയാണ്. ദൈവം അനന്യാസിന്റെ അടുക്കലേക്ക് ദർശനത്തിൽ ഇടപെടുകയാണ്. എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ നിനക്ക് വേണ്ടി ശൗല് വെയിറ്റ് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിന്നെ ദൈവം സ്വപ്ന തുല്യമായി വഴി തുറന്ന് മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ആളയച്ചു വരുത്താൻ തക്കവണ്ണം അടുത്ത 10 അധ്യായത്തിൽ ഇതാ കൊർന്നേലിയോസിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങിയിട്ട് വന്ന് പറയുകയാണ്, പത്രോസിനെ ആളയച്ചു വരുത്തുക. നിങ്ങൾക്ക് വേണ്ടി സ്വപ്ന തുല്യമായി ദർശനത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ കരം, ശത്രു കാണാത്ത ചില വഴികൾ തുറന്നുകൊണ്ട് ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതത്തിൽ നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നടത്തുന്നത് കണ്ട് ജാതികൾ വിളിച്ചു പറയും, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലവർക്ക് സ്വപ്ന തുല്യമായി അല്ലെങ്കിൽ ദർശനത്തിൽ ചില വഴികൾ തുറക്കുന്നത് പോലെ ദൈവം ആളെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറക്കുകയാണ്. വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാം ഉയർന്ന ജോലിയുടെ വാതിലുകൾ തുറക്കുന്നു, ഉന്നതമായ വഴികൾ തുറക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ പാസ്പോർട്ടിൽ സീൽ വെക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ വിലപിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളിലേക്ക് സ്വപ്ന തുല്യമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏലിയാവിന് രാവിലെയും വൈകിട്ടും കാക്ക വഴി തെറ്റാതെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നതുപോലെ ഇവരെ ജീവിതത്തിനകത്ത് സ്വപ്ന തുല്യമായ ചില വഴികൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചു. ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഇതെനിക്ക് അനുഗ്രഹമാണ്, നിങ്ങളുടെ കൂടെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചാൽ അവരുടെ ജീവിതത്തിനകത്തും കൂടെ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. അതേപോലെ തന്നെ ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും അതിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കും. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിപ്പം സംഭവിക്കട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.